നോക്കൂ, ഇപ്പോൾ ജോർജ് പൊടിപ്പാറ സാറ് തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, കൺസെൻസസ്, അതായത് സമവായം. ആ സമവായം ഉണ്ടാക്കാനാണ് ഈ ദിവസങ്ങൾ എടുക്കുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും വിശ്വസിക്കുന്നതും. കാരണം നേരത്തെ റാഷിദ് തന്നെ പറഞ്ഞതുപോലെ 3 പേരും വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മെറിറ്റുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഡിമെറിറ്റുണ്ട്. 3 പേരിൽ ആരെ പ്രഖ്യാപിച്ചാലും റിസ്ക് ഉണ്ട്, ഒപ്പം തന്നെ പോസിറ്റീവ് സൈഡുമുണ്ട്. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ ടീം UDF അല്ലെങ്കിൽ ടീം കോൺഗ്രസ് എന്ന് പറയുന്നൊരു വികാരം ഉണ്ടാകണമെന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല. അവിടെയാണ് ഈ സമവായം എന്ന വാക്കിന് ഇത്രമാത്രം പ്രാധാന്യമുള്ളത്. ആ സമവായം ഉണ്ടാക്കാനാണ് സമയമെടുക്കുകയും ചെയ്യുന്നത്. ആ സമവായത്തിലേക്ക് എത്തുമെന്നേ ഞങ്ങൾക്കൊന്നും ഇതൊന്നും വലിയ പ്രതിസന്ധിയോ കീറാമുട്ടിയോ ഒന്നും ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടി ഹൈക്കമാൻഡ് ഒരാളെ പ്രഖ്യാപിച്ച, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി 2ാമത്തെ ടൈമിൽ രമേശ് ചെന്നിത്തല വരണമെന്ന് ആഗ്രഹിച്ചു, പിന്നീട് VD സതീശനല്ലേ വന്നത്. ആ സമയത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്ത് പ്രതിസന്ധി ഉണ്ടായി? ഒരു പ്രതിസന്ധി ഉണ്ടായില്ല. അതുപോലെ ഒരുപക്ഷെ ഏത് തീരുമാനം വന്നാലും Xോ Yയോ Zോ ഏത് തീരുമാനം വന്നാലും അത് ഞാനത് വളരെ കൃത്യമായി പറയുന്നു, അത് കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രിയാണ്, അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയെ ശിരസാൽ വഹിക്കാൻ കോൺഗ്രസ് പാർട്ടിയുടെ അണികൾ തയ്യാറാകും, കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ തയ്യാറാകും എന്നതിന് സംശയമില്ല. എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും. എപ്പോൾ വഴിയാ? കോൺഗ്രസ് പാർട്ടി ഹൈക്കമാൻഡ് എന്നതിനൊക്കെ അപ്പുറത്ത് പാർട്ടി ഒരാളെ പ്രഖ്യാപിക്കുന്നവർ. അപ്പൊ അതുകൊണ്ടാണ് ഒരു കാര്യം നിലനിൽക്കുന്നത് ഈ ജനങ്ങളെ വോട്ടർമാർ തയ്യാറാകുമോ? വസന്ത് സലീം ആകുമല്ലോ. വോട്ടർമാർ തയ്യാറാകുമോ? ആകുമല്ലോ റാഷിദെ. കാരണം ഞാൻ ഒരു 10 സെക്കൻഡ് ഉദാഹരണം പറയാം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 140 നിയോജക മണ്ഡലത്തിലും UDF ആൾക്കാരെ തീരുമാനിച്ചത് ആദ്യം ഒരു സർവേ എടുക്കുന്നു. ആ വിവിധ തലത്തിലുള്ള സർവേകൾ, നേരിട്ടുള്ള സർവേ, ടെലിഫോണിക് സർവേ, സോഷ്യൽ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള അഭിപ്രായം, സോഷ്യൽ ഫാക്ടറികളിൽ നിന്നുള്ള അഭിപ്രായം, ഇതെല്ലാം എടുത്തു. അപ്പോൾ എല്ലായിടത്തും അത് ശരിയായിരുന്നു എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഒന്നിലേറെ പേർ എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങളുടെ പരിഗണനയിലുണ്ടായിരുന്നു. പക്ഷെ ഒരാളെ തീരുമാനിച്ചു. ആ ഒരാളെ തീരുമാനിച്ചപ്പോൾ പാർട്ടി ഒന്നടങ്കം അയാളുടെ പിറകിൽ നിന്നു. പാർട്ടി മാത്രമായിരുന്നു നിന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് 102 സീറ്റ് കിട്ടുമായിരുന്നില്ല. ഞങ്ങൾ ആ 102 എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തിയത് ആ പാർട്ടി എടുത്ത ഡിസിഷനൊപ്പം ആര് നിന്നു? ജനം കൂടി നിന്നുകൊണ്ടാണ്. നോക്കൂ, ഞങ്ങൾ പല സീറ്റിലും എനിക്ക് തോന്നുന്നു 5000-ൽ താഴെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് 3 സീറ്റിലാണ്. ബാക്കി എല്ലായിടത്തിലും 5000-ൽ എബോവാണ്. പക്ഷേ CPM 1000 കടന്നുകൂടിയത്. അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ജനം വഞ്ചിക്കപ്പെട്ടു എന്നൊരു തോന്നൽ അവർക്കുണ്ടാവുകയാണെങ്കിൽ ഈ 102 നിങ്ങളെ തുണച്ച ജനത്തിന് തന്നെ നിങ്ങളെ കൈവിടാനും പ്രയാസം ഉണ്ടാവില്ല എന്ന് നിങ്ങളുടെ നേതൃത്വം വിലയിരുത്തുന്നുണ്ടായിരിക്കും അല്ലേ? അല്ല, ഇത് എല്ലാം പാർട്ടി പരിഗണിക്കുമല്ലോ. എല്ലാം പരിഗണിക്കുന്നതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ട റാഷിദ് ഇത്ര സമയം നമുക്ക് എടുക്കുന്നത്. ഇതൊന്നും പരിഗണിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഒരു തീരുമാനമുണ്ട്, അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടിക്ക് ഒരു തീരുമാനം ഉണ്ടായി, അല്ലെങ്കിൽ പൊതുവികാരം എന്ന് പറഞ്ഞൊരു തീരുമാനം ഉണ്ടായി. ഏതെങ്കിലും ഒരു തീരുമാനം അങ്ങ് പ്രഖ്യാപിച്ചാൽ പോരെ. കോൺഗ്രസ് പാർട്ടി എന്തിനാണ്? പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും അടങ്ങുന്നവർ, അവർക്ക് കേരളത്തിലെ വിഷയം മാത്രമാണോ? വേറെ പണിയൊന്നും ഇല്ലഞ്ഞിട്ടാണോ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അങ്ങ് ചർച്ച ചെയ്തേക്കാം എന്ന് തീരുമാനിക്കുന്നത്? അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞ കൺസെൻസസ് അല്ലെങ്കിൽ സമവായം എന്ന വാക്കിന് പ്രാധാന്യമുള്ളത്. അതിലേക്ക് എത്താനാണ് പാർട്ടി സമയമെടുക്കുന്നത്. അതിലേക്ക് എത്താൻ എടുത്ത സമയം കൃത്യമായിരുന്നു, ശരിയായിരുന്നു, നന്നായി എന്ന് ഇടവേള അനിവാര്യമാവുന്നതുകൊണ്ട് ഇടപെടുകയാണ്. അതിനുശേഷം ഞാൻ മുഹമ്മദ് ഷായിലൂടെ തുടങ്ങാം. ഇടവേള കഴിഞ്ഞ്